ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് വളരെ ചിന്തിക്കേണ്ടതാകുന്നൊരു വിഷയത്തെക്കുറിച്ച് നിങ്ങളോട് ഞാൻ സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ ചില ദിവസങ്ങൾക്ക് മുമ്പ് ഛത്തീസ്ഗഡിൽ ഒരു സഭയിൽ ബജറംഗ് ദൾ അതുപോലെ തന്നെ RSS പ്രവർത്തകർ കടന്നു ചെന്ന് ആ സഭയിലെ ആരാധന തടസ്സപ്പെടുത്തുകയും പാസ്റ്ററേയും കുടുംബത്തെയൊക്കെ വ്യാപകമായി ആക്രമിക്കുന്നതായുള്ള ഒരു വീഡിയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഇന്ത്യയിലെ വിവിധ ചാനലുകളിൽ വളരെ ലീഡിങ് ന്യൂസായിട്ട് വന്നുകൊണ്ടിരിക്കുന്നൊരു സമയമാണ്. അപ്പോൾ ഇന്ത്യയിൽ വ്യാപകമായി വിവിധ സ്റ്റേറ്റുകളിലായിട്ട് ഇപ്രകാരമുള്ള ആക്രമണങ്ങൾ ചർച്ചുകൾക്ക് നേരെയും വിശ്വാസികൾക്ക് നേരെയും ആ സഭയുടെ നടത്തിപ്പുകാരനായിരിക്കുന്ന പാസ്റ്ററുടെ നേരെയൊക്കെ ഉണ്ടാകുന്നതായി വളരെ നാളുകളായിട്ട് നമ്മൾ ആ വിവിധ മീഡിയകളിലൂടെ നമ്മൾ കാണുന്നതാണ്. UP യിൽ തന്നെ ദൈവദാസന്മാർ മാസങ്ങളോളം ജയിലിൽ കിടന്നു. അതിനുശേഷം അവരൊക്കെ റിലീസാകുന്നു. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇന്ത്യയിൽ ഇപ്പോൾ വ്യാപകമായി എല്ലാ സ്റ്റേറ്റുകളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇപ്രകാരമുള്ള ചർച്ചുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഇങ്ങനെ ഇടവിടാതെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ദൈവദാസന്മാരെ മനഃപൂർവ്വം ആക്രമിക്കുന്നത്, സഭയുടെ പ്രവർത്തനങ്ങളെ തടയുന്നത്, അവർക്കെതിരെ വ്യാപകമാകുന്ന കുറ്റങ്ങളെ ആരോപിച്ചുകൊണ്ട് അവർ ചെയ്യത്തില്ലാത്ത ആ കുറ്റങ്ങൾ കൂടി അവരുടെ മേൽ FIR ഇട്ടുകൊണ്ട് ഒരിക്കലും ജാമ്യം കിട്ടത്തില്ലാത്ത രീതിയിൽ അവർക്കെതിരെ കേസ് ഫയൽ ചെയ്യുക എന്നുള്ളൊരു പ്രവണത ഈ കുറച്ച് കാലങ്ങളായി നമ്മൾ ഇന്ത്യയിൽ കണ്ടുവരുന്നതാണ്. ഇന്ത്യയിലെ ആ ഒരു ഭരണവ്യവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനാധിപത്യ ഭരണവ്യവസ്ഥയാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. 1947 മുതൽ ഇങ്ങോട്ടുള്ള കാലഘട്ടങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഈ 2025 ഈ മെയ് മാസം 29 തീയതി വരെ ഇന്ത്യയിലെ ഭരണഘടനയ്ക്കോ ഇന്ത്യയിലെ ജനാധിപത്യത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ജനാധിപത്യം അതേപോലെ തന്നെ തുടരുന്നുണ്ടെന്നാണ് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നതിന് മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളവരും നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ ഇപ്രകാരം ജനാധിപത്യ വ്യവസ്ഥയിൽ ലോകത്തെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന നമുക്ക് അവകാശമായി നൽകുന്ന ചില മൗലിക അവകാശങ്ങളിലൊന്നാണ് ഫ്രീഡം ഓഫ് റിലീജിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 25 മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ഇതിനെപ്പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏതൊരു വ്യക്തിക്കും കന്യാകുമാരി മുതൽ കാശ്മീർ വരെ, ഗുജറാത്ത് മുതൽ നാഗാലാൻഡ് വരെയുള്ള ഈ 28 അല്ലെങ്കിൽ 29 സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഐലൻഡുകളൊക്കെ ഈ ജനാധിപത്യ വ്യവസ്ഥിതിയിലാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്രകാരം ആർട്ടിക്കിൾ 25 നിലനിൽക്കുമ്പോൾ തന്നെ ഏതൊരു വ്യക്തിക്കും ഏതൊരു മതം അസ്വീകരിക്കുവാനും അതേ മതത്തിൻ്റെ ആചാരങ്ങൾ പാലിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനും അതിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ സ്ഥാപിക്കാനൊക്കെയുള്ള നിയമങ്ങൾ ഇന്ത്യയിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു രാജ്യം തന്നെയാണ്. അതിന് ആർക്കും ഒരു തർക്കമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടുത്തെ ഭരണാധികാരികൾക്കും അതിൻ്റെ അണികൾക്കും അതുപോലെ തന്നെ ഭരണഘടനയെക്കുറിച്ച് ഒരു ചെറിയ അറിവുള്ള ആർക്കും അതിന് യാതൊരു തർക്കമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എന്തുകൊണ്ടാണ് സഭകൾ ഇപ്രകാരം ആക്രമിക്കപ്പെടുന്നത്? അത് ഇപ്പോൾ വൈദികൻ എന്ന് ആക്രമിക്കപ്പെട്ട ആ കുടുംബത്തിൽ അല്ലെങ്കിൽ ആ പാസ്റ്ററിൻ്റെ ആ വീഡിയോയുടെ താഴെ വൈദികനല്ല പാസ്റ്റർ എന്ന് പറയണം. അത് എഴുതിയിരിക്കുന്ന കത്തോലിക്കരായിരിക്കും, അല്ലെങ്കിൽ യാക്കോബക്കാരായിരിക്കാം, മർത്തമക്കാരായിരിക്കാം. അപ്പോൾ പാസ്റ്റർ എന്നാണ് എഴുതേണ്ടത്, വൈദികനെന്ന് പറയരുത്. വൈദികനും പാസ്റ്ററും രണ്ടും രണ്ടാണെന്നാണ് ആ എഴുതിയിരിക്കുന്നവർ പറയുന്നത്. അതവരുടെ ബൈബിളിലെ അല്ലെങ്കിൽ ബൈബിളിനെക്കുറിച്ചുള്ള അറിവില്ലാത്തവർ, ബൈബിൾ വായിച്ചിട്ടില്ലാത്തവർ, ബൈബിളിൻ്റേതാകുന്ന ഭരണവ്യവസ്ഥകൾ അറിയത്തില്ലാത്തവരാണ് വൈദികൻ പാസ്റ്റർ എന്നൊക്കെ രണ്ടായിട്ട് പറയുന്നത്. അപ്പോൾ ഇവിടെ ബൈബിൾ നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ യേശു തന്നെ പറയുന്നത് ഐ ആം ഗുഡ് ഷെപ്പേഡ്, ഞാൻ നല്ല ഇടയൻ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ഈ ഷെപ്പേഡ്, പാസ്റ്റർ, പ്രീസ്റ്റ് എന്നൊക്കെ പറയുന്നത്, പിന്നെ നമുക്ക് അങ്ങോട്ട് വരുമ്പോഴത്തേക്കും അതുപോലെ തന്നെ ബിഷപ്പ് എന്നൊക്കെ ഉള്ള പദങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്.
അപ്പോൾ ഈ പാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇടയൻ എന്നുള്ള അർത്ഥത്തിലാണ്. യേശു പറയും ഞാൻ ഐ ആം ദ ഗുഡ് ഷെപ്പേർഡ്, ഞാൻ നല്ല ഇടയൻ. അപ്പോൾ ഈ സഭകളിൽ കത്തോലിക്ക സഭയിലൊക്കെ ഇടയലേഖനം വായിക്കാറുണ്ട്. വൈദിക ലേഖനം എന്നല്ല പറയുന്നത്, അല്ലേ, ഇടയലേഖനം എന്നാണ് പറയുന്നത്. ഇടയൻ എന്നുള്ള വാക്ക് തന്നെയാണ് പാസ്റ്റർ എന്നുള്ള ആ അർത്ഥത്തിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇനി വിവരമില്ലാതെ, ബുദ്ധിയില്ലാതെ, ബൈബിളിനെക്കുറിച്ച് അറിവില്ലാതെ ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാസ്റ്ററും വൈദികനും ബിഷപ്പും അങ്ങനെ വരുന്ന എല്ലാവരും ഒന്ന് തന്നെയാണെന്ന് അവരാദ്യം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണെന്നാണ് എനിക്ക് അപ്രകാരം പറയുന്നവരോട് പറയുവാനായിട്ടുള്ളത്. പിന്നീട് അവരതിനെപ്പറ്റി പറയുന്നത് കുരിശ് കൃഷി എന്ന് പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഒരു സഭ ഒരിടത്ത് സ്ഥാപിക്കപ്പെടുമ്പോൾ അത് ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്ത് വ്യവസ്ഥാപിതമാകുന്ന ആശയങ്ങളെ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവകാശങ്ങളെ വെച്ചുകൊണ്ടാണ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും സഭകൾ പ്രവർത്തിക്കുന്നത്. ഒരു സഭകൾ പോലും ആ ഇന്ത്യൻ വ്യവസ്ഥിതിയുടെ പുറത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നില്ല. അത് വേണമെങ്കിൽ അധികാരികൾക്ക് ചെക്ക് ചെയ്യാമെന്നുള്ളൂ, അല്ലെങ്കിൽ അവർക്കതിനെ പരിശോധിക്കാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതൊന്നും മറഞ്ഞ് ചെയ്യുന്ന കാര്യങ്ങളല്ല. ഇപ്പോൾ ഈയിടെ ആക്രമിക്കപ്പെട്ട കവർദ എന്ന് പറയുന്ന ആ സ്ഥലത്തുള്ള സഭ തന്നെ 34 വർഷക്കാലമായിട്ട് ആ സ്ഥലത്ത് നിലനിൽക്കുന്നത്. അതിനനുസരിച്ച് ആ ഒരു സ്കൂളും അതിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്നതാണ്. ആ ദൈവദാസൻ വർഷങ്ങളായിട്ട് അവിടെ വന്ന് പ്രവർത്തിക്കുകയും അങ്ങനെ അനേകർ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകളിലൂടെ സൗഖ്യം പ്രാപിച്ച ചരിത്രങ്ങളുണ്ട്. പിന്നീട് സ്കൂൾ സ്ഥാപിച്ചു. അതിലൂടെ അനേക വിദ്യാർത്ഥികൾ പഠിച്ച ആ സമൂഹത്തിന് ഗുണകരമായി തീരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സഭ ഒരിടത്ത് സ്ഥാപിക്കുമ്പോൾ ആ സഭയെപ്പറ്റി എനിക്ക് പറയുവാനുള്ളത്, ഇപ്പോൾ സഭ മാത്രമായി വന്നാലും ആ സമൂഹത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടുന്ന അനേക കാര്യങ്ങൾ ആ സഭ ചെയ്യുന്നുണ്ട്. കാരണം അങ്ങനെയുള്ള അനേക സഭകളിൽ ഞാൻ യാത്ര ചെയ്യുന്നൊരു വ്യക്തിയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യകാലം 30, 35, 40 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യൻ കടന്നു ചെല്ലാൻ മടിക്കുന്ന ഒരു സ്ഥലത്താണ് മിക്കവാറും മിഷണറിമാർ കടന്നു ചെല്ലുന്നത്. അങ്ങനെയാണ്. ഇപ്പോൾ ജമ്മു കാശ്മീരിലൊക്കെയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ച ദൈവദാസന്മാരുണ്ട്. അതുപോലെ തന്നെ മറ്റ് ഈ മധ്യപ്രദേശിൽ, അതുപോലെ UP-യിൽ, അതുപോലെ ഇപ്പോൾ ഈ കവർദ എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 35 വർഷം മുമ്പ് ഞാൻ 2003 ഈ ഛത്തീസ്ഗഡ് വരുമ്പോൾ തന്നെ ഇവിടുത്തെ ചില ഗ്രാമങ്ങൾ, ചില പട്ടണങ്ങൾ പോലും മനുഷ്യവാസയോഗ്യമല്ല. ആ കാലത്താണ് ഒരു ഗ്രാമത്തിൽ പോയിട്ട് ഇപ്രകാരമുള്ളൊരു സ്കൂൾ എസ്റ്റാബ്ലിഷ് ചെയ്യുക, ഒരു ചർച്ചിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളത്. അപ്പോൾ ഒരു ചർച്ചാണെങ്കിലും ഒരു സ്കൂളാണെങ്കിലും അത് സമൂഹത്തിന് അനേക തരത്തിലുള്ള ഗുണങ്ങൾ ചെയ്യുന്നുണ്ട്. ആ ഗുണങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ സമൂഹത്തിൻ്റെ ഡെവലപ്മെൻറ്റാണ് മുഖ്യമായിട്ട് അവിടെ നടക്കുന്നത്. സഭയിലൂടെ തന്നെ അനേകർക്ക് ആ വിദ്യാഭ്യാസം കൊടുക്കുവാനും വിദ്യാഭ്യാസ കാര്യങ്ങൾ അവരെ സഹായിക്കുവാനും, അങ്ങനെ ആ സഭയിലൂടെ വന്നിട്ട് സമൂഹത്തിലേക്ക് ഇറങ്ങി വന്ന് മുഖ്യധാരയിൽ എത്തിച്ചേർന്ന അനേക ആളുകളുണ്ട്. അവർ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി അതിനോടനുബന്ധിച്ചൊരു സ്കൂളുണ്ടെങ്കിൽ ആ സ്കൂളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൻ്റെ വഴികാട്ടിയും വിളക്കും വെളിച്ചവും ഒക്കെ തന്നെയാണ്. അപ്പോൾ അവിടെ പഠിച്ചു വരുന്ന ഓരോ കുട്ടികളും അത് രാജ്യത്തിന് പ്രയോജനം ചെയ്യുന്നു, ആ സമൂഹത്തിന് പ്രയോജനം ചെയ്യുന്നു. പിന്നീട് ആ സ്കൂളിൽ പ്രവർത്തിക്കുന്ന ടീച്ചേഴ്സ് അവരുടെ ഉപജീവനത്തിനുള്ള മാർഗ്ഗം കണ്ടെത്തുന്ന സ്കൂളാണ്. അവിടുത്തെ ഡ്രൈവേഴ്സ്, അതുപോലെ അവിടെ വർക്ക് ചെയ്യുന്ന ആയമാർ, അതുപോലെ ആ സ്കൂളുമായി ബന്ധപ്പെട്ട് സാധന സാമഗ്രികൾ വാങ്ങിക്കുന്ന കടകൾ, അങ്ങനെയൊക്കെ എല്ലാ മേഖലകളിലും എന്താണ് ഒരു സ്കൂള് ഒരു സമൂഹത്തിൻ്റെ വഴികാട്ടിയാണ്, വെളിച്ചമാണ്, ആ സമൂഹത്തിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ പാർട്ടാണെന്നുള്ളതാണ്. അതാണ് ഈ സ്കൂളുകളെ ആക്രമിക്കുമ്പോൾ, സഭകളെ ആക്രമിക്കുമ്പോൾ ഒരു സമൂഹത്തിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ കാരണമായി തീർന്ന് അതിനെയാണ് നമ്മൾ ആക്രമിക്കുന്നത്. അപ്പോൾ 35 വർഷങ്ങൾക്ക് മുമ്പ് ആ സ്കൂള് കവർദ എന്ന് പറയുന്ന സ്ഥലത്ത് ആരംഭിക്കുമ്പോൾ അവിടെ ഹോളി ക്രോസ് എന്ന് പറയുന്ന മറ്റൊരു മിഷണറി സ്കൂളാണ് ഉണ്ടായിരുന്നത്. അതൊരു പട്ടിക്കാട് തന്നെയാണ്. ഒരു മനുഷ്യൻ കടന്നു ചെല്ലത്തില്ലാത്ത ഒരു സെൻറ്റ് സ്ഥലത്തിനൊക്കെ വളരെ ചെറിയ വിലയുള്ള സമയത്താണ് അവിടെ കടന്നു ചെന്ന് മനുഷ്യവാസമില്ലാത്ത സ്ഥലത്ത് പോയി താമസിച്ച് അവിടെ പ്രവർത്തിച്ചു. ഇന്ന് അവിടെ 25-30 സ്കൂളുകളുണ്ട്, വലിയ വലിയ സ്കൂളുകളുണ്ട്. അനേക ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ, CBSE സ്കൂളുകളൊക്കെ പിന്നീട് ഡെവലപ്പായി. അതൊക്കെ ഉണ്ടായിട്ടൊരു 15 വർഷമേ ആയി കാണുകയുള്ളൂ. 20 വർഷത്തിനുമായിട്ടുള്ള ഒരു സ്കൂളുകളുമില്ല. അപ്പോൾ അതൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മിഷണറി സ്കൂളുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രവർത്തന മേഖലകളിലേക്ക് കടന്നു ചെന്ന് പ്രവർത്തിച്ച് അവിടെ ഡെവലപ്പാക്കി എടുത്തു കഴിയുമ്പോഴാണ് മിഷണറിമാരും അതുപോലെ തന്നെ ഈ അവരുടെ സ്കൂളുകളും ചർച്ചുകളുമൊക്കെ പിന്നീട് സമൂഹത്തിനൊരു ഭാരമായി, ഇല്ലെങ്കിൽ അത് ആ സമൂഹത്തിന് വേണ്ടാഴുകയാണ്, അവിടെ ഭയങ്കര ഒച്ചയാണ്, ആ സമൂഹത്തിൽ അനേകരെ അവിടുന്ന് മറ്റ് മതത്തിൽ നിന്ന് ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരികയാണെന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങൾ അതിന്മേൽ അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്.
ഇതൊരു മനഃപൂർവ്വമാകുന്ന ഹത്യ തന്നെയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി ഹത്യയാണ്, ഇല്ലെങ്കിൽ അതുപോലെ തന്നെ ഒരു സ്ഥാപനത്തെ തകർക്കുവാനുള്ള, ഒരു സഭയെ പിന്നെ അവിടെ നിന്നും ആട്ടിപ്പായിക്കുവാനുള്ള ശ്രമമാണിത്. അധികാരത്തിൻ്റെ പിൻബലത്തിൽ നിന്നുകൊണ്ട് ആളുകൾ ചെയ്യുന്നതാണ്. ഇപ്പോൾ സ്കൂളുകൾക്കെതിരെയൊക്കെ ആക്രമണം ഉണ്ടാകുമ്പോൾ അതിന് മറ്റു സ്കൂളുകളുടെ പിന്തുണകൾ മിക്കവാറും ഉണ്ടാകാറുണ്ട്. ഒരു സ്കൂളുകാർ മറ്റൊരു സ്കൂളുകാർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകാൻ നോക്കിയിരിക്കുകയാണ്, അവരോട് ചേർന്നുകൊണ്ട് ഈ സ്കൂളിനെതിരെ എന്ത് ചെയ്യുകയാണ്, പദ്ധതികൾ ഇട്ടുകൊണ്ട് ഈ നല്ലവണ്ണം പ്രവർത്തിക്കുന്ന സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് തങ്ങളുടെ സ്കൂളുകളിലേക്ക് കുട്ടികളെ വഹിച്ചുകൊണ്ട് പോകുന്ന ഇത് വളരെ എല്ലാ സ്റ്റേറ്റുകളിലുള്ളതാണ്. ഞാൻ ഒത്തിരി സ്കൂളുകൾ നോർത്ത് ഇന്ത്യയിൽ പഠിപ്പിച്ചുള്ള അധ്യാപകൻ എന്നെല്ലാം കൂടെ പറയുകയാണ്. മറ്റൊരു സ്കൂളുണ്ടാകുന്ന ചെറിയ ഫാൾട്ടുകൾ എന്ത് ചെയ്യുകയാണ്, വലിയ കാര്യങ്ങളായി അവർ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കവർദയിൽ തന്നെ വലിയൊരു ജൈനന്മാർ നടത്തുന്നൊരു വലിയ സ്കൂളുണ്ട്. അപ്പോൾ അവിടെ ഒരു വലിയ സംഭവം നടക്കുന്നു. വലിയ സംഭവം ഉണ്ടാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പഠിക്കുന്ന ഒരു കുട്ടിയെ അവിടുത്തെ ഒരു ഡ്രൈവറോ അതുപോലെ തന്നെ അവിടുത്തെ ഒരു കണ്ടക്ടറോ എങ്ങാണ്ട് വളരെ മോശമായിട്ട് അതിനെ ഉപദ്രവിച്ചു, യൂസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ വലിയ പ്രശ്നങ്ങൾ കഴിഞ്ഞ 2 വർഷം മുമ്പുണ്ടായി. പക്ഷേ ആ സ്കൂളൊന്നും യാതൊരു കുഴപ്പവുമില്ലാതെ ഇപ്പോഴും അവിടെ അതേ രീതിയിൽ നിലനിൽക്കുകയാണ്. എന്ന് പറഞ്ഞാൽ നഴ്സറിയിലോ 2-ലോ 3-ലോ പഠിക്കുന്ന ഒരു കുട്ടിയെ സെക്സ്വലായിട്ട് അബ്യൂസ് ചെയ്യുകയാണ് അവിടുത്തെ ഒരു ഡ്രൈവർ ഇല്ലെങ്കിൽ അവിടുത്തെ ഒരു കണ്ടക്ടർ. അപ്പോൾ അങ്ങനെ ആ സ്കൂളിലുണ്ടായ അതിനെപ്പോലും എന്ത് ചെയ്യാണ്, സമൂഹത്തിൽ മറച്ചു വെച്ചുകൊണ്ട് അവിടെ ഒരു കുഴപ്പമില്ല, നന്നായി പോകുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അതിനെ അവരെന്ത് ചെയ്യുകയാണ്, വീണ്ടും അതിൻ്റെ റെപ്യൂട്ടേഷൻ ഉയർത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. പക്ഷേ ഫീസ് ചോദിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ TC കൊടുക്കില്ല ഫീസ് തരാതെ എന്ന് പറഞ്ഞുള്ളതിൻ്റെ പേരിലാണ് ഈ കവർദയിലെ ഹോളി കണ്ടം എന്ന് പറയുന്ന സ്കൂളിനെ ആക്രമിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പിന്നിൽ വലിയ ലക്ഷ്യങ്ങളുണ്ട്, രാഷ്ട്രീയപരമാകുന്ന വലിയ ലക്ഷ്യങ്ങളുണ്ട് എന്നുള്ളതാണ്, മതപരമാകുന്ന വലിയ ലക്ഷ്യങ്ങളുണ്ട് എന്നുള്ളതാണ്, മറ്റ് സ്കൂളുകാരുടെ കൈകടത്തേണ്ട ചില ലക്ഷ്യങ്ങളുണ്ട് എന്നുള്ളതാണ്. അത് നമ്മൾ സമൂഹം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഇനി നമ്മൾ മതപരിവർത്തനം എന്ന് പറഞ്ഞുകൊണ്ട് ഇല്ലെങ്കിൽ മിഷണറി പ്രവർത്തനങ്ങൾ, അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ ഇന്ത്യയിൽ മിഷണറി പ്രവർത്തനങ്ങൾ നടത്താത്ത ഏതെങ്കിലും ഒരു മതമുണ്ടെങ്കിൽ അത് കാണിച്ചതാണ്. ഏത് മതമാണ് ഇന്ത്യയിൽ ആളുകളെ മതപരിവർത്തനം നടത്താതെ, ഇന്ത്യയിലാണെങ്കിലും ഇന്ത്യക്ക് പുറത്താണെങ്കിലും മതപരിവർത്തനം നടത്താതെ വളർന്ന ഒരു റിലീജിയൻ ഉണ്ടെങ്കിൽ അത് പറ. ഇന്ത്യയിലെ എല്ലാ റിലീജിയൻസുകളും, നമുക്കിപ്പോൾ എടുത്തു പറയുന്ന റിലീജിയൻസുകൾ ഇവിടുത്തെ ഹിന്ദു മതമാണ്, പിന്നീട് ഇസ്ലാമാണ്, പിന്നീട് ക്രിസ്ത്യാനിറ്റി ഉണ്ട്. എന്നാൽ ബുദ്ധമതവും ജൈനമതവും ഒക്കെ എന്താണ്, അതും മതങ്ങളാണ്. അതൊക്കെ ഇതിനു മുമ്പ് തന്നെ ഇന്ത്യയിൽ നിലകൊണ്ടിരുന്ന മതങ്ങളാണ്. അപ്പോൾ എങ്ങനെയാണ് ബുദ്ധമതം ലോകത്തിലെ വിവിധ, കൊറിയയിലുണ്ടല്ലോ, ജപ്പാനിലുണ്ടല്ലോ ബുദ്ധിസ്റ്റുകൾ, നേപ്പാളിലുണ്ട്, ശ്രീലങ്കയിലുണ്ട്, അതുപോലെ തന്നെ ടിബറ്റിലുണ്ട്. ഇന്ത്യയുടെ ഇല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ അഫ്ഗാനിസ്ഥാൻ്റെയൊക്കെ ഒരു ഭാഗമായിരുന്ന ഒരു സ്ഥലത്തുടലെടുത്ത മതം എങ്ങനെയാണ് ലോകത്ത് പ്രചരിപ്പിക്കപ്പെട്ടത്? മക്കയിലും മദീനയിലൊക്കെ ഉണ്ടായിരുന്ന മതം എങ്ങനെയാണ് ഇന്ത്യയിലെത്തിച്ചേർന്നത്? ജെറുസലേമിൽ ആരംഭിച്ച ആ ക്രിസ്തുമതം എങ്ങനെയാണ് ഇന്ത്യയിലെത്തുന്നത്? ഇന്ന് ഇന്ത്യയിലെ ഉടലെടുത്ത ഹിന്ദുമതം എന്ന് പറയുന്ന മതം എങ്ങനെയാണ് അതിൻ്റെ ബ്രാഞ്ചുകളൊക്കെ അമേരിക്കയിലെ ഹരേ കൃഷ്ണ മൂവ്മെൻറ്റുകളായിട്ടൊക്കെ പ്രവർത്തിക്കുന്നത്? മറ്റ് രാജ്യങ്ങളിലേക്ക് ഇതെങ്ങനെയാണ് കടന്നു കയറുന്നത്? എന്തിനാണ് ഇതിനൊക്കെ മങ്കുകളുള്ളത്? ഇതിൻ്റെ അകത്ത് മിഷണറികളായിട്ട് പ്രവർത്തിക്കുന്നവരുണ്ട്. അപ്പോൾ എല്ലാ മതത്തിനും മിഷണറിമാരുണ്ട്, എല്ലാ മതങ്ങളും സ്പ്രെഡാകാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഹരേ കൃഷ്ണ മൂവ്മെൻറ്റിനൊക്കെ അമേരിക്കയിൽ വലിയ മൂവ്മെൻറ്റുകളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ അയ്യപ്പ ക്ഷേത്രങ്ങളുണ്ട്. എവിടെയാണ്? അമേരിക്കയിൽ അയ്യപ്പ ക്ഷേത്രങ്ങളുണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ സ്വാമി വിവേകാനന്ദൻ്റെ പ്രസംഗങ്ങളും അത് മതപരമായിരുന്നില്ലെങ്കിലും പറയുകയാണ്, അതിനൊക്കെ വലിയ സ്വാധീനം ലഭിച്ച ആ ഒരു കാലഘട്ടങ്ങളുണ്ടായിരുന്നു. ശ്രീരാമകൃഷ്ണ പരമഹംസൻ്റെ അദ്ദേഹത്തിൻ്റെ മൂവ്മെൻറ്റുകൾ, ശ്രീകൃഷ്ണ മിഷൻ, അങ്ങനെയുള്ളതൊക്കെ മിഷണറി പ്രവർത്തനങ്ങളിലൂടെയാണ് എല്ലാ മതങ്ങളും ലോകത്ത് പടർന്നിരിക്കുന്നത്. ക്രിസ്തുമതം മാത്രമല്ല, ഇസ്ലാമായാലും ബുദ്ധിസ്റ്റായാലും ജൈനിസ്റ്റായാലും ഇനി ഹിന്ദുമതമായാലും ഒക്കെ അതിനൊരു മിഷണറി പ്രവർത്തനം നടത്തുന്നുണ്ട്, അത് സ്പ്രെഡാകുന്നതിന് വേണ്ടി. ഇപ്പം ഒരു സ്റ്റേറ്റിലുണ്ടാകുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി എങ്ങനെയാണ് മറ്റു സ്റ്റേറ്റിലേക്ക് വ്യാപരിക്കുന്നത്? അതിതുപോലെ സ്പ്രെഡിങ് ആണ്. അതിൻ്റെ ഏജൻറ്റുമാരില്ലെങ്കിൽ അതിൻ്റെ ആൾക്കാർ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് യാത്ര ചെയ്തിട്ട് അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് അവിടെ പ്രസംഗിക്കുകയാണ്.
അങ്ങനെയാണത് സമൂഹത്തിൽ എന്ത് ചെയ്യുന്നത്, പടരുന്നത്. ഇപ്പോൾ AAP എന്ന് പറയുന്ന ഒരു ചെറിയ പൊളിറ്റിക്കൽ പാർട്ടി, അത് പഞ്ചാബിൽ ഇല്ലെങ്കിൽ ഡൽഹിയിൽ അത് വേര് പിടിച്ച് വന്നിട്ട് പിന്നീട് അതിപ്പോൾ കേരളത്തിലുണ്ട്, മറ്റ് സ്റ്റേറ്റുകളിലെല്ലാം അത് ഉണ്ട്. അതുപോലെ തന്നെ നമുക്കിങ്ങോട്ട് നോക്കുമ്പോൾ സംസ്ഥാനങ്ങൾ അതൊക്കെ ചെറിയ ഒരു പ്രദേശത്ത് ഉണ്ടായിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ മുഖാന്തരമാണ് മറ്റ് സ്ഥലങ്ങളിലേക്ക് പകരപ്പെടുന്നത് ഇല്ലെങ്കിൽ പടരപ്പെടുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഓരോ മതത്തിനും അവകാശത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ഇന്ത്യൻ ഭരണഘടന എഴുതി വച്ചിരിക്കുന്ന ഒരു അവകാശത്തിൽ നിന്നുകൊണ്ടാണ് ഓരോ മിഷണറിമാരും പ്രവർത്തിക്കുന്നത്. അപ്പം നമുക്ക് പബ്ലിക്കായിട്ട് ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയും. പബ്ലിക്കിനെ ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റത്തില്ല ഒരു മൈക്രോഫോൺ കൊണ്ടോ, അതുപോലെ തന്നെ നമ്മൾ മൈക്രോഫോൺ ഇല്ലാതെയോ മറ്റൊരു മാർഗത്തിൽ ഒരു പബ്ലിക്കിനെ നമുക്ക് ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിൻ്റെ അടുത്തുള്ള സ്ത്രീകൾ പറയുന്നുണ്ട്, ഭയങ്കര ഒച്ചയാണ്, ഭയങ്കര ബഹളമാണ് പെന്തക്കോസ്തുകാരുടെ ആരാധനയ്ക്ക്, നമുക്ക് ശല്യമാണ് എന്ന് പറയാറുണ്ട്. അപ്പോൾ എനിക്ക് ഛത്തീസ്ഗഡിലൊക്കെ ഞാൻ വർഷങ്ങളോളം ജീവിച്ച ആളാണ്. UP ജീവിച്ചിട്ടുണ്ട്, ജമ്മു കാശ്മീർ ജീവിച്ചിട്ടുണ്ട്, പഞ്ചാബിൽ താമസിച്ചിട്ടുണ്ട്, മധ്യപ്രദേശ് ഞാൻ താമസിച്ചിട്ടുണ്ട്, തെലുങ്കാന, അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശ്, കേരളം, ഇത്രയും സംസ്ഥാനങ്ങളിൽ ഞാൻ ഡൽഹിയിൽ ഞാൻ താമസിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഈ ചർച്ചിലെ ആരാധന ഞായറാഴ്ച ഒരു ദിവസം, കാരണം കേരളത്തിലെ പോലെ ഇടക്കൂട്ടായ്മകളൊക്കെ അങ്ങനെ നടത്താറില്ല, കാരണം അതിനുള്ളൊരു സൗകര്യങ്ങളില്ല. പണ്ടൊക്കെ അനേക കൺവെൻഷനുകളൊക്കെ ഇങ്ങനെ പബ്ലിക്കായിട്ട് നടക്കുമായിരുന്നു. ഒരു 20 വർഷം മുമ്പ് അല്ലെ 15 വർഷം മുമ്പ് നോർത്തിലൊക്കെയും കൺവെൻഷനുകൾ നടക്കുമായിരുന്നു. അങ്ങനെ കൺവെൻഷനുകൾ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. പുറത്തുനിന്നൊക്കെ ആൾക്കാർ വന്ന് പ്രസംഗിക്കുമായിരുന്നു. ഇന്ന് അതിനൊക്കെ എന്താണ്, ഭയങ്കര റെസ്ട്രിക്ഷൻസാണ്, അങ്ങനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇനി ഒച്ചയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ ഹിന്ദുക്കളുടേതാകുന്ന ഏറ്റവും കൂടുതൽ ഫെസ്റ്റിവലുകൾ ഉള്ളത് നോർത്ത് ഇന്ത്യയിലാണ്. അത് ദീപാവലി ആയാലും കൊള്ളാം, അതുപോലെ തന്നെ ദസറയായാലും അനേക ഫെസ്റ്റിവലുകളുള്ളൊരു മതമാണ് ഹിന്ദു മതം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഓരോ ഫെസ്റ്റിവലുകൾക്കും ഇപ്പം നമ്മൾ ഛത്തീസ്ഗഡിനെ അല്ലെങ്കിൽ മധ്യപ്രദേശ് UP ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു കിലോമീറ്ററിനകത്തൊരു 8, 9, 10 മന്ദിരങ്ങൾ വരെ നമ്മൾ കാണാറുണ്ട്. വിവിധ തരത്തിലുള്ള മന്ദിരങ്ങൾ, ഹനുമാൻ മന്ദിരമുണ്ട്, ശ്രീരാമൻ്റെ മന്ദിരമുണ്ട്, ശിവ ടെമ്പിളുണ്ട്, സരസ്വതി ടെമ്പിളുണ്ട്, പിന്നെ കാളി ടെമ്പിളുണ്ട്, അങ്ങനെ അനേക തരത്തിലുള്ള ടെമ്പിളുണ്ട്. ഇതിൻ്റെ എല്ലാം ആഘോഷങ്ങളിൽ അവർ ആ സിറ്റി മുഴുവനും എന്ത് ചെയ്യും, മൈക്ക് സെറ്റ് വെക്കും. അത് 1-2 ദിവസങ്ങളിൽ 10 ദിവസമുള്ളതുണ്ട്, 15 ദിവസമുള്ളതുണ്ട്, 8 ദിവസമുള്ളതുണ്ട്, 2 ദിവസങ്ങളുടെ 1 ദിവസങ്ങളുള്ളതുണ്ട്. അത് രാവിലെ തുടങ്ങി വൈകിട്ട് വരെ മൈക്രോഫോൺ, ഈ കോളാമ്പി എന്ന് പറയുന്ന സാധനമാണ്. ഇല്ല നമ്മുടെ അടുത്ത പോലെ എന്താണ് ഈ സ്പീക്കറല്ല, ബോക്സ് അല്ല, കോളാമ്പി തന്നെയാണ്. ഇപ്പോഴും വിവിധ ടെമ്പിളുകളിൽ കോളാമ്പി തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് രാവിലെ മുതൽ രാമായണം വായനയാണെങ്കിൽ അത് കോളാമ്പിയിലൂടെയാണ്. ഇല്ലെങ്കിൽ അതുപോലെ തന്നെ പിന്നെ വൈകിട്ടൊക്കെ DJ ആണ്, മിക്കവാറും DJ പാട്ട് ഇട്ടുകൊണ്ടാണ് എൻ്റെ ഡാൻസുകൾ പരിപാടികളെല്ലാം നടക്കുന്നത്. അതിൻ്റെ അടുത്തുള്ള നമുക്ക് കാതുകൾ അടഞ്ഞു പോകുന്ന പോലെയാണ് ഈ 10 ദിവസം 15 ദിവസം. പിന്നെ അല്ലാതെ തന്നെ എന്നും രാവിലെ വൈകിട്ടും എന്താണ് അവരുടെ പാട്ടുകൾ, അവരുടെ സ്തുതിഗീതങ്ങൾ, ശ്ലോകങ്ങൾ ഒക്കെ നിരന്തരം മൈക്രോഫോണിലൂടെ ഇങ്ങനെ ആലപിക്കും. നമ്മൾ നിരന്തരം കേൾക്കുന്നതാണ്, അതിനിടയ്ക്കാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് സമൂഹത്തിന് ഒരു പ്രശ്നമല്ല എന്നുള്ളതാണ്, അതാർക്കും ഒരു പ്രശ്നമില്ല എന്നുള്ളതാണ്. അപ്പോഴാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്ന സംഭവം നടക്കുന്നത്. അതുകൊണ്ടാണ് അപ്പോൾ പറയും ഇത് ഹിന്ദു രാജ്യമാണ്, നിങ്ങൾ വേണം ഇവിടെ താമസിച്ചാൽ മതി. അങ്ങനെ ഒരു സംഭവം ഇല്ല മാഷ്. ഇല്ലെങ്കിൽ അങ്ങനെ പറയുന്നവരോട് പറയുകയാണ് ഇത് ഹിന്ദു രാജ്യം ആക്കിയിട്ടില്ല, ഇത് ഇപ്പോഴും എന്നാണ് ജനാധിപത്യ രാജ്യമാണ്, സെക്കുലർ കൺട്രിയാണിത്. അതിൻ്റെ പ്രിയാമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനിൽ സെക്കുലർ കൺട്രി എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഇനി സെക്കുലർ എന്നുള്ള വേടൊക്കെ എടുത്തു മാറ്റണമെന്നുള്ള തീരുമാനങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അതിനെതിരെയൊക്കെ ഭയങ്കരമാകുന്ന പ്രൊപ്പഗണ്ടകൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് വരെ ഈ 2025 മെയ് മാസം 29 വരെ ഈ ഉച്ചയ്ക്ക് 12 മണി വരെ എന്താണ് ഇന്ത്യ സെക്കുലർ കൺട്രിയായിട്ട് തന്നെ നിലനിൽക്കുകയാണ്. ഇത് മറ്റൊരു റിലീജിയസ് കൺട്രിയായി മാറിയിട്ടില്ല. മറ്റുള്ള ഗൾഫ് നാടുകളിലെ കൺട്രികൾ പോലെ അങ്ങനെ ആയിട്ടില്ല എന്നുള്ളതാണ്. ഇനി അതിനെക്കുറിച്ച് ആരെങ്കിലും ബോധവാന്മാരായിട്ടില്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്ത് വെച്ച് ഒന്നുകൂടെ നോക്കുന്നതല്ലാണ്. അല്ലെങ്കിൽ ഗൂഗിളിലെങ്കിലും അടിച്ചു നോക്കണം, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടായിട്ടുണ്ടോ, സെക്കുലർ എന്നുള്ള വേർഡ് മാറ്റി റിലീജിയസ് കൺട്രി ആക്കിയിട്ടുണ്ടോ, നിങ്ങൾ ചിന്തിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ BJP ഭരിക്കുന്നത് കൊണ്ട് ഇത് ഹിന്ദു കൺട്രി ആയെന്ന് നമ്മളങ്ങ് സങ്കല്പിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ 60 വർഷക്കാലം 65 വർഷക്കാലം ഭരിച്ച കോൺഗ്രസ് അവരുടെ ഭരണം മാറാനായിട്ട് ഒരു ഇലക്ഷൻ്റെ ഒരു 3 മാസത്തെ പ്രൊപ്പഗണ്ട കൊണ്ട് എന്ത് ചെയ്യാണ്, ഭരണം മാറിപ്പോയി.
ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമായതുകൊണ്ട് നമുക്കൊരിക്കലും എന്താണ് ഇപ്രകാരം പറയാൻ കഴിയില്ല, ഈ രാജ്യം എല്ലാ കാലവും ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഭരിക്കുമെന്ന് പറയാൻ കഴിയില്ല. ഇന്ത്യയുടെ ചരിത്രം അങ്ങനെയാണ്. കോൺഗ്രസ്സൊക്കെ വലിയ ശക്തിയോടെ നിലനിന്ന കാലഘട്ടങ്ങൾ 1975-77 കാലഘട്ടങ്ങളിൽ ഇന്ത്യയുടെ ഭരണം മാറിപ്പോയി. അടിയന്തരാവസ്ഥ കാലഘട്ടങ്ങൾക്ക് ഇന്ത്യയുടെ ഭരണം പിന്നീട് മാറിപ്പോവുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാലഘട്ടങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസ് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല BJP അധികാരത്തിൽ വരുന്ന 2014 വരെ. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇന്ത്യയുടെ ഭരണം മാറിപ്പോവുകയാണ്. അപ്പോൾ പിണറായി വിജയൻ കേരളം 2 പ്രാവശ്യം ഭരിക്കുമെന്ന് അവിടെയുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ നേതാക്കൾക്ക് പോലും എന്താണ് അതിനെക്കുറിച്ച് തീർച്ചയായും തീരുമാനം ഉണ്ടായിരുന്നില്ല. എന്നാൽ യാദൃച്ഛ്യമായി 2ാം പ്രാവശ്യം ഭരണം കയ്യിലേക്ക് വരികയും അങ്ങനെ ഛത്തീസ്ഗഡിൽ ഇതിനു മുമ്പത്തെ ഗവൺമെൻറ് കോൺഗ്രസ് ഗവൺമെൻറ്റായിരുന്നു. 2ാം പ്രാവശ്യം കോൺഗ്രസ് ഗവൺമെൻറ് വരുമെന്ന് എല്ലാവരും വിശ്വസിച്ചിരുന്നു. മന്ത്രിസഭ ഉണ്ടാക്കാനായിട്ട് രമേശ് ചെന്നിത്തല അവിടേക്ക് ഇലക്ഷൻ കഴിയുമ്പോൾ ഇറങ്ങി പുറപ്പെട്ടതാണ്. പക്ഷേ അവിടെ വീണ്ടും എന്താണ് BJP പെട്ടെന്ന് അധികാരത്തിൽ വരികയാണ്. ആരും BJP പോലും പ്രതീക്ഷിച്ചിട്ടില്ല അവിടെ അധികാരത്തിൽ വരുന്നു. അന്ന് ഞാനവിടെ ഉണ്ട്, പിന്നെ കവർദയിലുള്ള ഇല്ലെങ്കിൽ ഛത്തീസ്ഗഡിലുള്ള സമയമാണ്. BJPക്കാർ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല BJP അധികാരത്തിൽ വരുന്നു. പക്ഷേ BJP വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്നു. അതുകൊണ്ട് ഇന്ത്യൻ അതുപോലെ തന്നെ ത്രിപുരയുടെ കാര്യം നമ്മളെടുത്ത് നോക്കുമ്പോൾ ത്രിപുരയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറിയിട്ട് ഒരിക്കൽ പോലും അവിടെ BJP അധികാരത്തിൽ വരുമെന്നോ വെസ്റ്റ് ബംഗാളിൽ മമതാ ബാനർജി അധികാരത്തിൽ വരുമെന്നോ CPM-നെ അട്ടിമറിച്ച് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്ഥാനത്തൊക്കെയാണ് ജനാധിപത്യ സംസ്ഥാനങ്ങളും രാജ്യത്തുമൊക്കെ അധികാരങ്ങൾ എന്ത് ചെയ്യുകയാണ് മാറിമറിയുന്നു. അതുകൊണ്ട് ഇപ്പോൾ 2014 മുതൽ 25 വരെ ഇല്ലെങ്കിൽ 26, 29 വരെയുള്ള ട്രെൻഡുകൾ നോക്കിക്കൊണ്ട് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല ഇതിൻ്റെ ഭരണം മാറത്തില്ലെന്ന് പറയാൻ പറ്റത്തില്ല. അതെപ്പോൾ വേണമെങ്കിലും മാറി വരാം. കാരണം തലമുറകൾ മാറി ചിന്തിക്കുന്നവരാണ്, ജനങ്ങൾ പെട്ടെന്ന് മാറി ചിന്തിക്കുന്നവരാണ്. അവർക്കെന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ മതി പെട്ടെന്ന് മാറി ചിന്തിക്കാനായിട്ട്. അതുകൊണ്ട് അങ്ങനെയും എന്താണ് ഇനി ഒരു പെട്ടെന്ന് കാലഘട്ടങ്ങളിൽ ഭരണം മാറത്തില്ലെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയത്തില്ല. ഭരണം മാറി വരാൻ സാധ്യതകൾ ഏറെയുള്ള ഒരു കാലഘട്ടമാണിത്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയുവാനായിട്ടുള്ളത് ഇന്ത്യ മഹാരാജ്യം എല്ലാ കാലവും എന്താണ് സെക്കുലർ കൺട്രിയായിട്ട് നിലകൊള്ളണമെന്ന് തന്നെയാണ് പറയുന്നത്. പിന്നെ ഹിന്ദുക്കളുടെ ഔദാര്യം കൊണ്ടാണ്, BJPയുടെ ഔദാര്യം കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ചർച്ചകൾ നിലനിൽക്കുന്നത്, അതുപോലെ മുസ്ലിങ്ങൾ നിലനിൽക്കുന്നത് എന്നൊക്കെ നമ്മളെന്ത് ചെയ്യുകയാണ്, സ്വയം ഇങ്ങനൊരു മനക്കോട്ട കെട്ടിയിട്ട് ആ സങ്കല്പത്തിൻ്റെ അകത്തൊരു ചില്ലുകൊട്ടാരത്തിൻ്റെ അകത്ത് കയറി ജീവിക്കുന്നത് കൊണ്ടാണ് നമുക്കങ്ങനെ തോന്നുന്നത്. ജനാധിപത്യം നിലനിൽക്കുന്നത് കൊണ്ടും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലനിൽക്കുന്നത് കൊണ്ടുമാണ് ഈ മതങ്ങളൊക്കെ ഇവിടെ നിലനിൽക്കുന്നത്, അതിൻ്റെ പ്രവർത്തനങ്ങൾ അവിടെ നിലനിൽക്കുന്നത്. അല്ലാതെ ഇവിടെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഭരിക്കുന്നത് കൊണ്ടല്ല ഇതൊക്കെ ഇവിടെ നിലനിൽക്കുന്നതെന്നും നമ്മൾ ആലോചിച്ചു കൊള്ളണം. അപ്പോൾ ഈ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മിഷണറി പ്രവർത്തനങ്ങൾ ഒരിക്കലും വാളെടുത്തുകൊണ്ടോ ആയുധങ്ങൾ എടുത്തുകൊണ്ടോ അല്ല. അവരുടെ കയ്യിരിക്കുന്ന ആയുധം എന്ന് പറഞ്ഞാൽ ബൈബിളാണ്. ആ ചെറിയ ഒരു കറുത്ത ബൈൻഡിട്ട ബൈബിളാണ് അവരുടെ ആയുധം. അതുമായിട്ട് അവർക്കൊരു ലക്ഷ്യത്തിലേക്ക് അവർ നടക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിലൊരു കർത്താവാകുന്ന യേശുക്രിസ്തുവിൻ്റെ ഒരു കൽപ്പന ബൈബിളിലുണ്ട്, നിങ്ങൾ ഭൂലോകമൊക്കെയും പോയി എൻ്റെ സാക്ഷികളാകുവിൻ. അങ്ങനെ അനേകരെ എന്ത് ചെയ്യണം, ഈ മാർഗത്തിലേക്ക് കൊണ്ടുവരുവിൻ. അപ്പോൾ അത് വെച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ക്രിസ്ത്യൻ മിഷണറിമാർ യാത്ര ചെയ്തു പോകുന്നത്. പണ്ട് ഈ പിന്നെ നമ്മുടെ സിഖ് മതത്തിൻ്റെയും അതുപോലെ തന്നെ ജൈനമതത്തിൻ്റെയും ബുദ്ധമതത്തിൻ്റെയും ഒക്കെ മതപ്രചാരകർ വിവിധ സ്ഥലങ്ങളിലേക്ക് കടന്നു പോയതുപോലെ, അല്ലെങ്കിൽ ഇപ്പോൾ ഹിന്ദുമതത്തിൻ്റെ പ്രചാരകർ മറ്റ് രാജ്യങ്ങളിലേക്ക് കടന്നു പോകുന്ന പോലെ ക്രിസ്ത്യാനികൾ എന്ത് ചെയ്യുകയാണ്, വിവിധ സ്ഥലങ്ങളിലേക്ക് കടന്നു പോയിട്ട് അവർ പ്രചരണം നടത്തുന്നത് മറ്റൊരു കാര്യം കൊണ്ടുമല്ല, ഇത് ബിബ്ലിക്കലായതുകൊണ്ടാണ്. അതിന് സാമ്പത്തികം ഞങ്ങൾക്കൊരു പ്രശ്നവുമല്ല. സാമ്പത്തികമില്ലാതെയാണ് പോകുന്നവരെല്ലാം പോകുന്നത്. പിന്നീട് ആ ഒരു സ്ഥലത്ത് ചെന്ന് പ്രവർത്തിച്ച് അവിടുന്ന് അനേക ആളുകളെ നേടി അവരൊക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഈ സഭയുടെ വളർച്ചയൊക്കെ നടത്തുന്നത്. പിന്നെ ഇപ്പോൾ നമ്മൾ പറയുന്ന പൈസ കൊടുത്തുകൊണ്ടൊക്കെ മതം മാറ്റാം, അങ്ങനെയാണ്. ഇപ്പോൾ സ്കൂളുള്ളവർക്ക് ഒത്തിരി പൈസ ഉണ്ട്, അവർ പൈസ കൊടുത്തുകൊണ്ടാണ് മതം മാറ്റുന്നത്. അതൊക്കെ ഒരു മൂഢ ചിന്താഗതിയാണ്. കാരണം അങ്ങനെ ആർക്കും പൈസ കൊടുത്താൽ മാറുന്നതല്ല മതമെന്ന് പറയുന്നത്. അങ്ങനെ പൈസ കൊടുത്ത് മതം മാറ്റാനായിട്ട് ക്രിസ്ത്യാനികൾക്ക് താല്പര്യവുമില്ല. ഫ്രീ എഡ്യൂക്കേഷൻ പോലും ഇപ്പോഴുള്ള സഭകൾ അല്ലെങ്കിൽ ചർച്ച് പിന്നെ സ്കൂളുകൾ കൊടുക്കാറില്ല. കാരണം അങ്ങനെ ഫ്രീ എഡ്യൂക്കേഷൻ കൊടുത്താൽ അതവർ പിശുക്കരായതുകൊണ്ടല്ല. അങ്ങനെ ഫ്രീ എഡ്യൂക്കേഷൻ ആർക്കെങ്കിലും കൊടുക്കുക എന്ന് വിചാരിക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ ആരെങ്കിലും അത് അറിഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ, അവർ കുഞ്ഞുങ്ങൾക്ക് പഠനം ഫ്രീ കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് മതം മാറ്റുന്നത്. ആശുപത്രി സഹായം കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ്, വിവാഹത്തിന് സഹായം ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടാണ്, ജോലി വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് മതം മാറ്റുമെന്ന് പറയുന്നതുകൊണ്ട് ക്രിസ്ത്യൻ മിഷനുകാർ അപ്രകാരമുള്ള പ്രവർത്തികൾ ഇപ്പോൾ ചെയ്യാറില്ല. മറ്റു കുട്ടികളെപ്പോലെ തന്നെ അവരോട് ഫീസുകൾ വാങ്ങിക്കാറുണ്ട്. അതൊരു പാർഷ്യാലിറ്റി ആകണമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ്. പിന്നെ സ്കൂളുകളിൽ നമ്മൾ പ്രാർത്ഥനകൾ, അതിപ്പം ഏത് സംഘടനകൾ ഏത് മതക്കാരുടെ സ്കൂളാന്ന് പറഞ്ഞാലും അവരുടെ പ്രാർത്ഥനകൾ, എൻ്റെ കുഞ്ഞ് പഠിക്കുന്നത് ഇപ്പോൾ ഹിന്ദുക്കൾ നടത്തുന്ന സ്കൂളിലാണ്,
തെലങ്കാനയിൽ ഹിന്ദു സ്കൂളിലാണ് പഠിച്ചത്. ആന്ധ്രാപ്രദേശിൽ പിന്നെ ഒരു ക്രിസ്ത്യൻ മിഷണറി സ്കൂളിലായിരുന്നു. യു-പിയിൽ ക്രിസ്ത്യൻ മിഷണറി മൂവ്മെൻ്റായിരുന്നു പഠിച്ചത്. അപ്പോൾ അവിടെയൊക്കെ പഠിക്കുമ്പോൾ ഇപ്പോൾ എൻ്റെ കുഞ്ഞും ചൊല്ലുന്നത് ഹിന്ദുക്കളുടെ പ്രാർത്ഥന ചൊല്ലിയാണ് അവൻ പഠനം തുടങ്ങുന്നത്. സരസ്വതി പൂജയോ വന്ദനമൊക്കെ ചെയ്തിട്ടാണ് അവരുടെ ക്ലാസ്സുകൾ തുടങ്ങുന്നത്. ഞാനൊരു മിഷണറി ഇല്ലെങ്കിൽ ഒരു അധ്യാപകനാണ്, ഒരു പാസ്റ്ററാണ്, ഒരു ഇവാഞ്ചലിസ്റ്റാണ്. എൻ്റെ കുഞ്ഞും അത് ചൊല്ലുന്നുണ്ട്. അത് എല്ലാ മതങ്ങളുടെ ഇപ്പം ഇസ്ലാമിൻ്റെ ഇല്ലെങ്കിൽ മുസ്ലിങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങളിൽ എൻ്റെ കുഞ്ഞ് പഠിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്കറിയില്ല അവരുടെ പ്രാർത്ഥനകൾ എപ്രകാരമാണ്, അവരുടെ പ്രാർത്ഥന ഉണ്ടോ എന്ന് നമുക്കറിയത്തില്ല. കാരണം ഞാൻ MES കോളേജിൽ പഠിച്ചു, പക്ഷേ അവിടെയൊന്നും അങ്ങനെയുള്ള കാര്യങ്ങളില്ലായിരുന്നു. അതൊക്കെ സെക്കുലർ കോളേജുകൾ പോലെയാണ്. അപ്പോൾ മറ്റെല്ലാ സ്കൂളുകളിലും എന്താണ് അവരവരുടെ റിലീജിയസിൻ്റേതാകുന്ന പ്രാർത്ഥനകളും കാര്യങ്ങളെല്ലാം ചെയ്യാറുണ്ട്. ഇനി ഞാൻ ചില നഗ്ന സത്യങ്ങളും കൂടെ പറയാം. ഞാൻ തെലങ്കാനയിൽ വർഷങ്ങളോളം പഠിപ്പിച്ച ഒരാളാണ്. അവിടുത്തെ ഗവൺമെൻറ് സ്കൂളുകളുടെ മുറ്റത്ത് സരസ്വതിയുടെ പിന്നെ വലിയ വിഗ്രഹങ്ങൾ വെച്ചിട്ടുണ്ട്. സ്കൂളിൻ്റെ ഓഫീസിൻ്റെ അകത്ത് ഗവൺമെൻറ് സ്കൂളിൻ്റെയാണ്, ഞങ്ങൾ ഗവൺമെൻറ് സ്കൂളിൻ്റെ ഇടയ്ക്ക് ട്രെയിനിങ് വിളിക്കുമ്പോൾ ഞങ്ങൾ പോകാറുണ്ട്. അപ്പോൾ അവരുടെ ഓഫീസിൽ സരസ്വതിയുടെ ഒരു ഫോട്ടോയും വെച്ചിട്ട് അതിന് പിന്നെ ഫ്രണ്ടിൽ കുറച്ച് പൂമാലയൊക്കെ ഇട്ട് പൂവൊക്കെ എന്ന് അവർ ചെയ്യുന്നതാണ്. അതൊക്കെ അവരവരുടേതാകുന്ന കാര്യങ്ങളാണ്. പക്ഷേ അതൊരു സെക്കുലർ സ്ഥാപനമാണല്ലോ, ഗവൺമെൻറ് സ്ഥാപനമാണ്. അവിടെ പഠിപ്പിക്കുന്ന മുസ്ലിം സാർമാരുണ്ട്, ക്രിസ്ത്യൻ സാർമാരുണ്ട്, ജൈനന്മാരുണ്ട്, ബുദ്ധന്മാരുണ്ട്, ഇനി സിഖുകാരുണ്ട്, ഹിന്ദുക്കളുമുണ്ട്. ഇത് ന്യായമാണോ എന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. സെക്കുലറായിട്ടുള്ളൊരു സ്ഥാപനത്തിൻ്റെ അകത്ത് സരസ്വതിയുടെ ഫോട്ടോ വെക്കുക, ഇല്ലേ ശിവൻ്റെ ഒരു ഫോട്ടോ വെച്ച് ആരാധിക്കുക, പിന്നെ അതുപോലെ തന്നെ മറ്റ് ഹനുമാൻ്റെ ഫോട്ടോകൾ വെച്ചിരിക്കുന്ന നമുക്കറിയാം അപ്രകാരമുള്ള സ്കൂളുകൾ. കാരണം ഞാൻ നോർത്തിലായിട്ട് 25 വർഷമായി. നോർത്തിലുള്ള മിക്കവാറും ഗവൺമെൻറ് സ്കൂളുകളുടെ മുറ്റത്ത് ഇപ്രകാരമുള്ള കാര്യങ്ങളുണ്ട്. ഞാൻ NSSൻ്റെ പ്രോഗ്രാം ഓഫീസറായിട്ട് ഏകദേശം 2 വർഷക്കാലം വർക്ക് ചെയ്തതാണ് ഒരു സ്കൂളിൽ. അപ്പോൾ NSS എന്ന് പറയുന്നത് നാഷണൽ സർവീസ് സ്കീമാണ്. അതൊരു സെക്കുലർ സംഘടനയാണ്. അപ്പോൾ ആ സെക്കുലർ സംഘടനയുടെ നാഷണൽ സർവീസ് സ്കീം ജനാധിപത്യ രാജ്യത്ത് സ്കൂളുകളെയും കോളേജുകളെയൊക്കെ ചേർത്തുകൊണ്ട് ചെയ്യുന്ന ഒന്നാണ് നാഷണൽ സർവീസ് സ്കീം എന്ന് പറയുന്നത്. അപ്പോൾ ഞാനതിൻ്റെ മീറ്റിങ്ങിന് ചെല്ലുമ്പോൾ അവിടെ സരസ്വതി പൂജയും ഗണപതി പൂജയൊക്കെ നടത്തിയിട്ടാണ് അവരതിൻ്റെ മീറ്റിങ്ങുകൾ ആരംഭിക്കുന്നത്. ഒരു 15-20 മിനിറ്റോളം അവരെല്ലാവരും ആ പൂജ ഇങ്ങനെ സാമ്പ്രാണിയൊക്കെ കത്തിച്ചതിന് ചുറ്റുന്ന കൈകൂപ്പിയൊക്കെ നിന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അവിടെ എൻ്റെ കൂടെ മുസ്ലിം സാർമാരുണ്ട്, ഫിറോസ് എന്നൊക്കെ പറയുന്ന ആളുകൾ എൻ്റെ കൂടെ ഇരിക്കുന്ന ആളാണ്. അതുപോലെ തന്നെ ക്രിസ്ത്യാനിയായ സാർമാരെ എനിക്കറിയാം. പിന്നെ സിഖുകാരായിട്ടുള്ള സാർമാർ അതിൻ്റെ അകത്ത് പിന്നെ പങ്കാളികളാകാറുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ പോയി എന്ത് ചെയ്യും, അവിടെ ഇരുന്ന് ആ പൂജയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അതിൻ്റെ അകത്ത് ഒരു ദിവസത്തെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് 2 ദിവസത്തെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോരുന്നത്. അപ്പോൾ നമ്മൾ ആലോചിക്കുന്ന സെക്കുലറായിട്ടുള്ള ഒരു സ്ഥാപനത്തിൻ്റെ അകത്ത് ഹിന്ദുവിൻ്റെ മാത്രം ഒരു പ്രാർത്ഥന നടത്തിയിട്ട് മുസ്ലിമും ക്രിസ്ത്യാനിയും ഒക്കെ ആ ജൈനും പാഴ്സിയും ഒക്കെ ഇരിക്കുന്നിടത്ത് അങ്ങനെ ചെയ്തിട്ട് അത് ചെയ്യുമ്പോൾ എന്താണ് ഇവർക്ക് അതിനോട് ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല. അതാണ് യഥാർത്ഥത്തിൽ സത്യം നല്ല മനസ്സെന്ന് പറയുന്നത്. അപ്പോൾ ഹിന്ദുക്കൾക്കില്ലാത്തൊരു നല്ല മനസ്സാർക്കുണ്ട്, ഈ മറ്റു മതസ്ഥർക്കുണ്ട് എന്നുള്ളതാണ് നമ്മൾ അവിടുന്ന് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ അല്ലേ. അവിടെ നമുക്ക് ശബ്ദമുയർത്താൻ വേണമെങ്കിൽ ഇത് ഞങ്ങളുടെ റിലീജിയന് പറ്റുന്ന കാര്യങ്ങളല്ല. പിന്നെ അതിൻ്റെ ഗ്രൂപ്പിലൊക്കെ ഞാൻ ആഡായിട്ടുള്ള ആളാണ്. ആ സ്റ്റേറ്റിലെ ഗ്രൂപ്പിൽ ഞാൻ ആഡായിട്ടിരുന്ന ആളാണ്, അതിൻ്റെ പ്രോഗ്രാം ഓഫീസറായിരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഗ്രൂപ്പിൽ ആഡാകുമ്പോൾ ആ ഗ്രൂപ്പിൽ വരുന്ന മെസ്സേജുകൾ മുഴുവനും റിലീജിയസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള മെസ്സേജുകളാണ് വരുന്നത്. രാവിലെ ഗുഡ് മോർണിംഗ് മുതൽ ഇങ്ങോട്ട് ഗുഡ് നൈറ്റ് വരെ വരുന്ന ഓരോ മെസ്സേജുകളും റിലീജിയസ് ബേസ്ഡാണ്. ഏതെങ്കിലും ദേവൻ്റെയോ ദേവിയുടെ ഫോട്ടോ ഇട്ടിട്ടാണ് അവർ ചെയ്യുന്നത്. അങ്ങനെയാണ് അവർ ചെയ്യുന്നത്. എന്നും പറഞ്ഞുകൊണ്ട് നമ്മളതിനെ എതിർക്കുകയല്ല ചെയ്യുന്നത്. അതിനെയൊക്കെ ഒരു വലിയ മനസ്സോടുകൂടെ ഓപ്പൺ ഹാർട്ടോടുകൂടി നമ്മളതിനെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് മതപരിവർത്തനം എന്ന് പറയുന്നത് ഒരു സംഘടന മാത്രം അല്ലെങ്കിൽ ഒരു മതം മാത്രം ചെയ്യുന്നതല്ല. ഇന്ത്യയിലുള്ള പിന്നെ മുഴുവൻ മതങ്ങളും ലോകത്തുള്ള മിക്കവാറും എല്ലാ മതങ്ങളും തന്നെ എന്ത് ചെയ്യുകയാണ്, ആ മതപരിവർത്തനം ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ ചെയ്തിട്ടാണ് എന്ത് ചെയ്ത് ഓരോ റിലീജിയൻസിലേക്ക് ആളുകൾ കൂടി വന്നുകൊണ്ട് ഇരുന്നത്. അതുകൊണ്ട് ഇത് ക്രിസ്ത്യാനി ഇല്ലെങ്കിൽ പെന്തക്കോസ്റ്റുകാർ പാസ്റ്റർമാരുടെ മാത്രം കാര്യങ്ങളല്ല, എല്ലാ റിലീജിയൻസും ചെയ്യുന്നതാണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ ഈ ശ്രീരാമകൃഷ്ണ പിന്നെ പരമഹംസൻ്റെ അതുപോലെ തന്നെ ഈ പിന്നെ മുക്തി മിഷൻ പരിപാടികൾ, അതുപോലെ സായിബാബയുടെ മാതാമൃതാനന്ദമയിയുടെ മിഷൻ്റെ പ്രവർത്തനങ്ങൾ അല്ലേ, അതുപോലെ തന്നെ ഹരേ കൃഷ്ണ മൂവ്മെൻറ്റ്, അതുപോലെ തന്നെ മറ്റേത് ഇപ്പോൾ ഈ ശിവനെ കൂട്ടിയുള്ള എന്തോ ഒരു സംഘടനയുടെ കണ്ട് വിദേശ രാജ്യങ്ങളൊക്കെ വളരെയധികം പടർന്നു വരുന്നൊരു സംഘടനയാണത്. അതിൻ്റെ പേര് ഞാൻ പെട്ടെന്ന് മറന്നുപോയി. അതിനൊക്കെ വിവിധ രാജ്യങ്ങളിൽ അമേരിക്ക അതുപോലുള്ള മറ്റ് പിന്നെ രാജ്യങ്ങളിലൊക്കെ വലിയ വേരോട്ടമുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതൊരു മിഷണറി മതമായി മാറിയിരിക്കുകയാണ്. അപ്പം അത് നമ്മൾ മാത്രമാണ്, ഞങ്ങളാണ് എല്ലാവരെയും സ്വീകരിച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ പാട് വരുന്നത്. അങ്ങനെയല്ല. ആര്യം എന്ന് പറയുന്ന ആര്യമതമെന്ന് വേണം നമുക്ക് പറയാം.
ആര്യനൊരു മതമാണ്, ഒരു എന്താണ് അത്, ഹിറ്റ്ലറൊക്കെ ഇപ്പോൾ ഒരു വംശമാണത്. അപ്പോൾ ആര്യന്മാർ ഇന്ത്യയിലേക്ക് കുടിയേറി വന്നപ്പോൾ ദ്രവീഡിയന്മാരുടെ രാജ്യമായിരുന്നു, അവരെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അല്ല, ആര്യന്മാർ ഇവിടെ ഇങ്ങോട്ട് പൊട്ടിമുളച്ചതല്ല. അപ്പോൾ അവരെ സ്വീകരിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. 2500 BC മുതൽ 1500 BC വരെയുള്ള മോഹൻജാദോര, ഹാരപ്പൻ, ഇൻഡസ് വാലി സിവിലൈസേഷനും അതിനെ തുടർന്നുണ്ടായ ആര്യനൈസേഷന്, ഇൻഡസ് വാലി സിവിലൈസേഷന് ശേഷം പിന്നെ ആര്യനൈസേഷൻ ഉണ്ടാവുകയാണ്. 1500 BC മുതലാണ്. അത് കഴിഞ്ഞ് പിന്നെ ഋഗ്വേദങ്ങളുടെയും അതുപോലെ യജുർവേദം, അഥർവേദ, സാമവേദങ്ങളുടെ കാലഘട്ടമാണ്. അങ്ങനെ വേദിക് പീരീഡ് പിന്നെ ഇങ്ങോട്ട് ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ 2500-3000 BCക്ക് മുമ്പ് സംഭവമില്ല ഇന്ത്യയിൽ. ഇല്ല, ഒരു 4000 കൂട്ടിക്കൂടും. അതിന് മുമ്പ് സംഭവമില്ല. പിന്നീട് തുടരെടുത്ത് വരികയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അതങ്ങനെയാണ് ലോകം മുഴുവൻ പരക്കപ്പെടുന്നത്. അതിന് മിഷണറിമാരുണ്ടായിരുന്നുള്ളതാണ്. അപ്പോൾ മിഷണറിമാരെന്ന് പറയുന്ന ക്രിസ്ത്യാനികൾ മാത്രമല്ലെന്ന്, അത് ഹിന്ദുമതത്തിന് മിഷണറിമാരുണ്ട്, അതുപോലെ തന്നെ ബുദ്ധമതത്തിന് മിഷണറിമാരുണ്ട്, ജൈനമതത്തിന് മിഷണറിമാരുണ്ട്. നമ്മൾ സൂഫിസത്തെ പറ്റിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, ഭക്തി മൂവ്മെൻറ്റ്, ആ സൂഫിസം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളതിന് മിഷണറിമാരുണ്ടെന്ന്. അവരുടെ ആശയങ്ങളെ പടർത്തുമായിരുന്നു, അല്ലേ? ഇതൊരു ആശയം പടർത്തുന്ന കാര്യമാണ്. നമ്മൾ ഈ കമ്മ്യൂണിസം ലോകത്ത് പരന്നത് പോലെ, ക്യാപിറ്റലിസം പരന്നത് പോലെയൊക്കെ എന്ത് ചെയ്യുകയാണ്, ഇതിനൊക്കെ ഐഡിയോളജികൾ എന്ത് ചെയ്യുകയാണ്, സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലോകത്ത്. അപ്പോൾ ക്രിസ്ത്യാനിറ്റി അതിനോടുകൂടി തങ്ങളുടെ ആശയങ്ങളെ എന്ത് ചെയ്യുകയാണ്, മറ്റുള്ളവരോട് പറയുകയാണ് ചെയ്യുന്നത്. ആ മതം അങ്ങനെയാണ് ഡെവലപ്പാകുന്നത്. നമ്മൾ ഭംഗിക്ക് വേണ്ടി നമ്മളെപ്പോഴും പറയും ഇത് മതപരിവർത്തനമല്ല, മനപരിവർത്തനമാണെന്നൊക്കെ പറയും. മനം മാറുമ്പോൾ മതവും മാറുന്നുണ്ട്, അല്ലേ? ക്രിസ്ത്യാനികളുടെ പേര് സ്വീകരിക്കാറുണ്ട്, ബൈബിളിൻ്റെ പേരുകൾ സ്വീകരിക്കാറുണ്ട്, ഇനി പഴയ പേരിൽ തന്നെ ജീവിക്കുന്നവരുമുണ്ട്. ഞാൻ പറയുകയാണ്, മതത്തിൻ്റേതാകുന്നൊരു പരിവർത്തനം അവിടെ നടക്കുന്നുണ്ടില്ലെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ലെന്നത്. അത് ബിബ്ലിക്കലായിട്ട് അങ്ങനെ ചെയ്യുന്നതാണ്, ബിബ്ലിക്കലാണത്. അത് ബിബ്ലിക്കലായിട്ട് നമ്മളത് ചെയ്യുമ്പോൾ തന്നെ നമ്മളത് ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യൂഷന് അണ്ടറിൽ നിന്നുകൊണ്ടാണ് ചെയ്യുന്നത്, ഇന്ത്യൻ ഭരണഘടനയുടെ അധീനത്തിൽ നിന്നുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അത് മനസ്സിലാക്കേണ്ടത് ആരാണ്? ഭരണകർത്താക്കളും അതുപോലെ തന്നെ അനുയായികളുമാണ് മനസ്സിലാക്കേണ്ടത്. ഇല്ല ചുമ്മാതെ മതപരിവർത്തനം പോയ അടികൊള്ളും. അല്ല, അങ്ങനെയാണെങ്കിൽ ഹരേകൃഷ്ണ മൂവ്മെൻറ്റ് അമേരിക്കയിൽ അടികൊള്ളുന്നുണ്ട്. സ്വാമി വിവേകാനന്ദൻ അമേരിക്ക ചെന്നപ്പോഴത്തേക്കും അവിടെ ആരെങ്കിലും തടഞ്ഞിട്ടുണ്ട്? മാതാമൃതാനന്ദമയിയുടെയും സായിബാബയുടെയൊക്കെ മൂവ്മെൻറ്റുകൾ അമേരിക്കയിലേക്ക് പടരുമ്പോഴത്തേക്കും അവിടുത്തെ മിഷണറിമാരെയൊക്കെ മാതാമൃതാനന്ദമയത്തിലൊക്കെ അമേരിക്കക്കാർ ഇഷ്ടംപോലെ വന്ന് കിടക്കുകയാണ്. അവരുടെ സ്ഥലങ്ങളൊക്കെ വിറ്റ്, സ്വത്തുക്കളൊക്കെ വിറ്റ് മടത്തിക്കൊണ്ട് കൊടുക്കുകയാണ്. അതിന് അമേരിക്കക്കാർ തടഞ്ഞു. മാതാമൃതാനന്ദമായി അമേരിക്ക വന്ന് തടയുമെന്ന് പറഞ്ഞു. സായിബാബ മരിച്ചുപോയെങ്കിലും അമേരിക്ക തടയുമെന്ന് പറഞ്ഞു. ഇല്ല, അവിടെ മൂവ്മെൻറ്റ് അനുമതി കൊടുക്കുകയാണ്. ഈ മതങ്ങളെല്ലാം ഒരു റിലീജിയസ് അതുപോലെ തന്നെ മിഷണറി മതങ്ങളാണ്. അതിന് മിഷണറി മൂവ്മെൻറ്റുകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു, ഇനിയും നടക്കും. എത്ര തടഞ്ഞെന്ന് പറഞ്ഞാലും നടന്നുകൊണ്ടിരിക്കും. അത് സ്വാഭാവികമാണ്, അതിനും തടയാൻ ആർക്കും കഴിയത്തില്ല. കാരണം ഈ ക്രിസ്തുമതത്തിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ അതിപ്രകാരം അടിയും തല്ലും എല്ലാം കൊണ്ട് വളർന്നു വന്നൊരു മതമാണ്. റോമാ സാമ്രാജ്യത്തിൻ്റെ കീഴിൽ അടി കൊണ്ട് പിന്നിങ്ങോട്ട് 10 10 15 20 രാജാക്കന്മാരുടെ കീഴിലൂടെ അടികൊണ്ട് തന്നെ വളർന്നു വന്നൊരു മതമാണ് ഈ ക്രിസ്ത്യ മതം എന്ന് പറയുന്നത്. ആദ്യ കാലഘട്ടങ്ങളിൽ അതിൻ്റെ വക്താവായിരുന്ന യേശുവിനെ ക്രൂശീകരിച്ചത് റോമിലാണ്, അല്ലേ? ജെറുസലേമിലാണ്. റോമാക്കാർ ക്രൂശിക്കുകയാണ്. ക്രിസ്ത്യാനിത്വത്തിൻ്റെ വക്താവായിരുന്നു, അല്ലേ? ആരംഭകനാണ്. യേശുവിനെ ക്രൂശീകരിക്കുകയാണ്. പിന്നെ പത്രോസിനെയൊക്കെ ക്രൂശീകരിക്കുകയാണ്. പൗലോസിനെ വാളുകൊണ്ട് കൊല്ലുകയാണ്. സ്തഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുകയാണ്. യാക്കോബിനെ വാളുകൊണ്ട് കൊല്ലുകയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, എത്രത്തോളം പീഡനത്തിൽ കൂടെയാണ് ക്രിസ്ത്യാനിറ്റി വളർന്നു വന്നത്. അതുകൊണ്ട് തല്ലും അടിക്കും കൊല്ലും വെട്ടും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പേടിച്ച് മുന്നോട്ട് മാറുന്ന ഒരു പ്രസ്ഥാനമല്ല ക്രിസ്തീയ പ്രസ്ഥാനം. അത് വളരെ ആഴത്തിൽ വേരൂന്നിയിട്ടുണ്ട് ഇന്ത്യയിൽ നിന്ന്. മറ്റു മതങ്ങളെപ്പോലെ തന്നെ ആഴത്തിൽ വേരൂന്നിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് പേടിക്കുന്നത്? അനേക ലക്ഷങ്ങൾ വർഷങ്ങൾ എന്ത് ചെയ്യുകയാണ്, ക്രിസ്ത്യാനിറ്റിയിലേക്ക് ആകർഷകരായിക്കൊണ്ടിരിക്കുകയാണ്. ആ ക്രിസ്ത്യാനിറ്റിയുടെ വളർച്ച പലരെയും അസ്വസ്ഥരാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്രകാരമുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഗാന്ധിജി പണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഗാന്ധിജി ഇപ്പോൾ ഈ ക്രിസ്ത്യാനികളെ പറ്റി പറഞ്ഞാണ്, അവരെ വെറുതെ വിട്ടേക്കുക, അങ്ങനെ അവർ ഉണങ്ങിപ്പോകും, അവർ നശിച്ചു പോകും. അവരെ ആക്രമിക്കരുത്, അവരെ ആക്രമിച്ചാൽ അവർ തീ പോലെ പടരുമെന്ന്, ആളിപ്പടരുമെന്ന്. ക്രിസ്ത്യാനിറ്റി ആക്രമിച്ചാൽ ആളിപ്പടരുകയും ആക്രമിക്കാതെ വിട്ടുകളഞ്ഞാൽ അത് നിന്നു പോവുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ്. അതാണ് ക്രിസ്ത്യാനിറ്റി ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതാണ് ഈ അടുത്തടുത്തും എല്ലാം ഇത് വളരെയധികം. ഇപ്പോൾ ഈ കബർദയിലെ ഇപ്പോൾ നമ്മൾ ഈ വാർത്തയിൽ കാണുന്ന അദ്ദേഹത്തെ ഇതിന് മുമ്പും ജയിലിലിട്ടിട്ടുണ്ട് മതപരിവർത്തനം പറഞ്ഞുകൊണ്ട്. അദ്ദേഹം അവിടെ നിന്ന് ഓടിപ്പോയൊന്നുമില്ല. അദ്ദേഹം സത്യസന്ധമായി അവിടെ നിന്നുകൊണ്ട് സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ, ചർച്ചിൻ്റെ പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിന് പൈസ കൊടുത്ത് മാറ്റാനാണ്. അദ്ദേഹത്തിൻ്റെ കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. 20 ബസ്സുണ്ട്.
1000 കുട്ടികൾ പഠിക്കുന്ന വലിയ സ്കൂൾ, 10-12 ഏക്കർ സ്ഥലങ്ങൾ, വലിയ ബിൽഡിങ്ങുകൾ, 10-20-30 വർഷമായിട്ടുള്ള സ്കൂളുകൾ. അദ്ദേഹത്തിന് ഒരു വർഷം പൈസ കൊടുത്ത് 10 പേരെ വാങ്ങിയാൽ പോലും ഇന്ന് 1000-2000 ആളുകൾ അദ്ദേഹത്തിൻ്റെ സഭയിലെ അംഗങ്ങളായിരുന്നു. ഇന്ന് വളരെ ചുരുങ്ങിയ ജനങ്ങൾ, സത്യസന്ധമായിട്ട് നടത്തപ്പെടുന്ന സഭയായതുകൊണ്ടാണ് അതിൻ്റെ അകത്ത് വളരെ ചുരുങ്ങിയ ആൾക്കാരുള്ളത്. കാരണം ആരെയും പൈസ കൊടുത്ത് എന്ത് ചെയ്യില്ല, അദ്ദേഹം മതം മാറ്റാൻ താല്പര്യപ്പെടുന്നുമില്ല, അങ്ങനെ വരുന്നവരെ വിട്ട് സ്വീകരിക്കാറുമില്ല. അതുകൊണ്ട് വളരെ ചുരുങ്ങിയ ആൾക്കാർ മാത്രമേ അവിടെയുള്ളൂ. പിന്നെ ഇത് മറ്റു സ്കൂളുകാരും ഗവൺമെൻറ്റിൻ്റേതാകുന്ന ചില സ്വാർത്ഥ താല്പര്യങ്ങളൊക്കെയും എന്ത് ചെയ്യുകയാണ്, അപ്രകാരമുള്ള ചർച്ചകൾക്ക് നേരെ, സ്കൂളുകൾക്ക് നേരെ ആക്രമണങ്ങളായി ഉണ്ടാകുമ്പോൾ അധികാരികൾ ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന പോലീസുകാരുടെ ഫ്രണ്ടിലിട്ടാണ് അടിക്കുന്നത്. അഡീഷണൽ SP യോടെ നോക്കി നിൽക്കുകയാണ്, കേസെടുക്കുന്നില്ല, അവരെ ജയിലിലടയ്ക്കുന്നില്ല. മറിച്ച് മറ്റ് കേരളത്തിലാണെങ്കിൽ സമ്മതിക്കുമോ? അത് ഒരിക്കലും സമ്മതിക്കത്തില്ല, അല്ലേ? ഇപ്പോൾ മറ്റൊരു ഹിന്ദു സംഘടനയുടെ ആരാധന നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മന്ദിരത്തിലേക്ക് മറ്റു മതക്കാർ കയറി ചെന്നിട്ട് ഇവിടെ ഒച്ചയാന്ന് പറഞ്ഞ്, ഇല്ലെങ്കിൽ ഞങ്ങളുടെ സ്കൂളിലെ കൊച്ചിന് സർട്ടിഫിക്കറ്റ് തന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ആരാധന നടക്കുന്നത് കയറി ചെല്ലുകയാണ് ചെയ്യുന്നത്. എത്ര വലിയ പ്രശ്നമാകും അത്! രാജ്യം മുഴുവൻ കലാം പൊട്ടി പുറപ്പെടുകയല്ലേ? ഇതിലൊരു ഇസ്ലാമിസ്റ്റിൻ്റെ ഒരു സംഘടനയ്ക്ക് കയറി ചെന്ന് ആലോചിക്ക്, വലിയ പ്രശ്നങ്ങളുണ്ടാകുകയല്ലേ? അപ്പോൾ ക്രിസ്ത്യാനിറ്റി അവിടെ നിന്നുകൊണ്ട് ആ അടിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് അവരെന്ത് ചെയ്യാണ്, വീണ്ടും വളരെ സംയമനത്തോടുകൂടി അവിടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ക്രിസ്ത്യാനിറ്റിയുടെ സ്വഭാവം. ക്രിസ്ത്യാനിറ്റിയുടെ സ്വഭാവം ഞങ്ങൾ വെളിപ്പെടുത്താൻ നിങ്ങൾ തന്നെ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്, അല്ലേ? ഞങ്ങളെ അടിക്കുമ്പോഴും ഞങ്ങൾ കൈകൊട്ടി നിന്നുകൊണ്ട് കൊള്ളുക എന്ന് പറയുന്നത് അത് ക്രിസ്ത്യാനിറ്റി കാണിച്ചിരുന്ന ഏറ്റവും വലിയ ആത്മസംയമനത്തിൻ്റെയും അതുപോലെ തന്നെ ഞങ്ങളുടെ ക്ഷമയുടെയൊക്കെ ഒരു സിമ്പിളായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഞങ്ങളതിനെ കാണുന്നതും. നിങ്ങളടിക്കുമ്പോൾ ഞങ്ങൾ കൈകെട്ടി നിന്ന് കൊള്ളുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഞങ്ങളുടെ ബൈബിൾ വാങ്ങിച്ച് കത്തിച്ച് കളഞ്ഞാലും ചർച്ച തല്ലി പൊളിച്ചാലും ഞങ്ങൾ തിരിച്ചടിക്കത്തില്ല. അടിക്കാൻ ആംബിയർ ഉണ്ടെങ്കിൽ പോലും അടിക്കത്തില്ല. അങ്ങനെയാണ്, അടിക്കാൻ ആംബിയർ ഉണ്ടെങ്കിൽ പോലും അടിക്കത്തില്ല. കാരണം അത് ക്രിസ്ത്യാനിറ്റിയുടെ സ്വഭാവം അങ്ങനെയാണ്. കർത്താവ് പറഞ്ഞ് ഒരു കർണത്തടിക്ക് മറുകരണം കാണിച്ചു കൊടുക്കാൻ പറഞ്ഞൊരു മതമുണ്ടെങ്കിൽ അത് ക്രിസ്ത്യാനിറ്റി. വേറൊരു മതത്തെ നിങ്ങൾ കൊണ്ടുവന്ന് കാണിക്കും, മറ്റു മതത്തിലുള്ള ഒരു വാക്യമെടുത്ത് കാണിക്കും. നിങ്ങളെ ഒരു കർണത്തടിച്ചാൽ മറുകരണം കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ ഒരു റിലീജിയസ് ടെസ്റ്റ് നിങ്ങൾ കൊണ്ടുപോകാം. എന്നാലേ ഇത് വിട്ടിട്ട് ഞങ്ങൾ അതിലേക്ക് ചേരാം. അങ്ങനൊരു ടെസ്റ്റ് ലോകത്തില്ലെന്ന്. നിങ്ങൾ ഏത് റിലീജിയസ് ടെസ്റ്റുകൾ, ഞാൻ ഒരുപാട് റിലീജിയസ് ടെസ്റ്റുകൾ വലിയ ആഴത്തിൽ പഠിച്ചില്ലെങ്കിലും വായിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ മറ്റു ഒരു മതത്തിലും ഇല്ലാത്ത ഒരു കാര്യമാണത്. അതുകൊണ്ട് തന്നെ അടിച്ചാലും കുത്തിയാലും കൊന്നാലും ഒന്നും ഇത് നിന്നു പോകുന്നൊരു സംഭവമല്ല. അതാദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് സഹകരിക്കുകയാണെങ്കിൽ നമുക്കെല്ലാവർക്കും സമാധാനപരമായിട്ട് മുമ്പോട്ട് പോകാൻ കഴിയും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സഹകരിച്ചിരുന്നു പറഞ്ഞ് ഞങ്ങൾ തിരിച്ചടിക്കുമെന്നുള്ളതല്ല പറഞ്ഞത്. അത് എല്ലാവർക്കും അതെന്ത് ചെയ്യണം, ബുദ്ധിമുട്ടാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്രകാരമുള്ള ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ തിരിച്ചറിയണം. ആരോപണങ്ങളല്ല അതിൻ്റെ യഥാർത്ഥ സത്യാവസ്ഥകൾ. ആരോപണങ്ങളിൽ മറഞ്ഞിരിക്കുന്ന ചില സംഭവങ്ങളുണ്ട്. അതാണ് അതിൻ്റെ സത്യാവസ്ഥ നിങ്ങൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് വാക്കുകൾ കൊടുത്തു.